എല്ലാം കഴിഞ്ഞിട്ട് ഹാലൻഡ് പറയുന്നൊരു വാക്കുണ്ട്. നിങ്ങൾ ഞങ്ങളെ നന്നായി സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മൾ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താ? ബ്രസീൽ ഗ്രേറ്റസ്റ്റ് ഫുട്ബോളിംഗ് നേഷനാണ്. ആ രാജ്യം സെമി ഫൈനലിലേക്കൊക്കെ ഈസി ആയിട്ട് കടന്നു പോകേണ്ടതാണ്. അവരെയാണ് നമ്മൾ തോൽപ്പിച്ചിരിക്കുന്നത്. ഇത് തലമുറകളെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യമാണ് ചെയ്തിരിക്കുന്നത് എന്ന് എർലിംഗ് ഹാലൻഡ് പറയുന്നുണ്ട്. ബ്രസീലിൻ്റെ വലയിലേക്ക് പന്തെത്തിച്ചിട്ട് ഹാലൻഡ് ചിരിക്കുന്ന ഒരു ചിരിയുണ്ട്. അതിലുണ്ട് എല്ലാം. ഇങ്ങനെ ഒന്നും നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? വെറും 4 വേൾഡ് കപ്പ് ഗെയിമുകളിൽ നിന്ന് 7 ഗോളുകളായി എർലിംഗ് ഹാലൻഡിൻ്റെ പേരിൽ. അവൻ കളിക്കുന്ന ആദ്യ വേൾഡ് കപ്പാണെന്ന് കൂടി ഓർക്കണം. ആദ്യ വേൾഡ് കപ്പിന് വന്നിട്ട് ഇങ്ങനെ നമ്മളെ വിസ്മയിപ്പിച്ച മറ്റൊരു താരവുമില്ല. ഏത് കൊടികെട്ടിയ താരത്തിൻ്റെ കണക്കെടുത്താലും കാണാൻ പറ്റില്ല. അവിടെയാണ് ഹാലൻഡ് വ്യത്യസ്തനായത്. ഈ 4 കളികളിൽ നിന്ന് 3 ബ്രേസാ. അല്ലെങ്കിലും അവൻ്റെ മികവിലാണിപ്പോൾ അവരുടെ തേരോട്ടം. ക്ലബ് ഫുട്ബോളിലെ മികവ് അവൻ അന്താരാഷ്ട്ര ഫുട്ബോളിലും അതുപോലെ തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾക്കറിയോ, 2023 നവംബർ 16 ശേഷം ഹാലൻഡ് ഗോളടിക്കാതെ നോർവേ ജയിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ അന്നാണ് അവർ ഹാലൻഡ് ഗോളടിക്കാത്തൊരു കളി ജയിക്കുന്നത്. ഫെറോ ഐലൻഡ്സിനെതിരെ 2-0 വിജയിക്കുമ്പോൾ ഹാലൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നു. പക്ഷെ അന്ന് ഗോളടിച്ചിട്ടില്ല. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് എപ്പോഴൊക്കെ നോർവേ ജയിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഹാലൻഡ് ഗോളടിച്ചിട്ടുണ്ട്. ഹാലൻഡ് ഗോളടിക്കാത്ത കളികൾ അവർ ജയിച്ചിട്ടില്ല. സമനിലയോ തോൽവിയോ ആണ് സംഭവിച്ചിരിക്കുന്നത്. 4 സമനിലകളും 2 തോൽവികളും. ഈ വേൾഡ് കപ്പ് തന്നെ നോക്കുക. അവൻ കളിച്ച കളിയൊക്കെ അവർ ജയിച്ചു. അവൻ കളിക്കാത്ത ഫ്രാൻസിനെതിരെയുള്ള കളി അവർ പരാജയപ്പെടുകയും ചെയ്തു. ഒരു സംശയവും വേണ്ട, ഇങ്ങനെയൊന്നും നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ആബ്സല്യൂട്ട് മോൺസ്റ്ററെയാണ്.